ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗൈസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹാക്കർ ബേസിലും കാര്യങ്ങളൊക്കെ പോകുക ഗൈസ്. രാവിലെ ഇപ്പം തന്നെ എണിച്ചപ്പോൾ തന്നെ എന്തായാലും ബോറടിക്കണം ഗൈസ്. കുറേ നേരം ടി വിയും കാര്യങ്ങൾ കണ്ടു, നമ്മുടെ മോട്ടു പട്ടിലൊക്കെ കണ്ടു കുറേ നേരം ഇരുന്നു ഗൈസ്. അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹാക്കർ പ്ലേസിൽ പോയിട്ട് എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തായാലും നോക്കുക ഗൈസ്. ഇപ്പോൾ വീട്ടിൽ ഇരുന്നിരുന്ന് മടുത്തു ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്കെന്തായാലും ലെസ്റ്ററിൻ്റെ ഹാക്കർ ബേസിലേക്ക് പോകാം. കത്തിച്ചുവിടുക ഗൈസ്. നമ്മുടെ ലംബോർഗിനി ടെർസോ ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയ എഡിഷനാണ് കേട്ടോ നമ്മുടെ ലംബോർഗിനി ടെർസോ. അടിപൊളി സാധനം. ഇതിലെന്തായാലും നമ്മൾ തന്നെ അടുത്ത് തന്നെ നമ്മൾ ഈ ബെണ്ണിനെ അവിടെ കൊടുത്തിട്ട് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി. ഈ കളർ അത്രയ്ക്കൊന്നും രസമില്ല അല്ലേ. നമ്മളെന്തായാലും ഒരു ബ്ലാക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അടിപൊളിയാക്കട്ടെ കാരണം. ഓക്കെ സാധനം നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ ഹാക്കർ ബേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് എന്തായാലും ബെണ്ണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, എന്തെങ്കിലും പണി എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ സാർ, ബെണ്ണി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ പുതിയ മ്യൂസിയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്ര മ്യൂസിയത്തിൽ അടിപൊളി കേസ് അടിപൊളി വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ. എനിക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. വേറെ ലെവലിൽ റോഡ്സ് പറഞ്ഞിട്ടൊരു അടിപൊളി വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര അത് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേസ്. അത് എടുത്തിട്ട് വന്നിട്ട് നീ എനിക്കൊന്നും തരണ്ട, നീയനായി വണ്ടി എടുത്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ലെസ്റ്റർ നമുക്കൊരു അടിപൊളി വണ്ടികളൊക്കെ തന്നിട്ടുണ്ട്. ഇതാ ഗോസ്റ്റ് റൈഡ് ബൈക്കാണ് കേട്ടോ. ഇതാണെങ്കിൽ ആരെങ്കിലും തീ പിടിച്ച് കൊല്ലാലോ, പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ, അങ്ങനെ ഉദ്ദേശിച്ച് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ തന്നെ നമ്മുടെ മ്യൂസിയത്തിലേക്ക് കത്തിച്ച് വിടുക ഗൈസ്. ഏതാ വണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ടോ, താർ റോഡ്സ് ഗൈസ്. ഓക്കെ, താർ റോഡ്സ്. ഓക്കെ, അതിനെത്ര 5 വിൻഡോ ഉണ്ട് തോന്നുന്നു കേട്ടോ. 5 വിൻഡോ ഉള്ളൊരു വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടിക്ക് 5 റോഡ്സ് വണ്ടി പറയും. നോർമൽ താർ ജീപ്പ് പോലെ ആയിരിക്കില്ല, ബാക്കിൽ 5 വിൻഡോ ആണ്. അപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും 5 വിൻഡോ ഉള്ളൊരു വണ്ടിയാണ് ഗൈസ്. 4x4 തന്നെ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും മ്യൂസിയത്തിന് പോകണ വഴിയിൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോറൂമുകളൊക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ നേരെ തന്നെ നമുക്ക് ഈ മഴ പെയ്യുമ്പോൾ സീനാണ് കേട്ടത്. മഴ പെയ്യുമ്പോഴേ ഫോഗൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ ഈ നേരത്ത് പിടിച്ചത് മഴ? ഇതൊക്കെ ഗൈസ് മ്യൂസിയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ നിൽക്കുക ഗൈസ്. മഴ നിൽക്കണ വരെ ഇവിടെ നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴേൻ്റെ ഒപ്പം ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല കേട്ടോ. ഓക്കെ, മഴ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഷോറൂമിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ ഈ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാം. മഴ നിൽക്കണ വരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ആണ് കുറേ നേരത്തിന് ശേഷം നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളെന്തായാലും മ്യൂസിയത്തിനുള്ളിൽ കയറേണ്ട. ഇവിടെയാണ് ഈ പോലീസും കാര്യങ്ങളും ആരെയും കാണാനില്ല, സെക്യൂരിറ്റിനെയും കാണാനില്ല. അടിപൊളി കേസ്. ഇതെന്താണ് കേസ്? എനിക്ക് വേണ്ടി എടുത്തു വെച്ച വണ്ടി. എൻ്റെ മോൻ അതിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇതാ 5 വിൻഡോ കണ്ടല്ലേ, ബാക്കിൽ എക്സ്റ്റെൻഡായി നിൽക്കുന്നത് കണ്ട വണ്ടി. ബാക്കിൽ ഒരു സെറ്റ് കണ്ട 5 വിൻഡോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പോലീസും ഇല്ല, ആരുമില്ല. പടച്ചോനെ, പോലീസ് വഴിമാറിയതാണ് കേട്ടോ. പോലീസ് ബാക്കിൽ നിൽക്കണ്ടായിന്നാ. നമ്മൾ ഫ്രണ്ടിൽ കൂടെ സൂപ്പറായി എടുത്തു. ഒരു ഒന്നുമില്ല, ആരുമില്ല ഗീസ്. പോലീസ് ബാക്കിൽ പോലീസ് വന്നേട്ടാ. സോറി അറിയാണ്ട് വഴിമാറിയതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസിന് വിചാരിച്ചുള്ളൂ ഡാമേജ് ഒന്നും ഉണ്ടാക്കാണ്ട വിചാരിച്ചുള്ളൂ. അപ്പം തന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും കത്തിച്ച് വിടുക ഗൈസ്. എങ്ങനെയും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നേരെ തന്നെ നമുക്ക് എന്തായാലും സിറ്റിയും കാര്യങ്ങളൊക്കെ നൈസിലൊന്ന് എസ്കേപ്പ് ആവുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കണം. അപ്പോൾ നേരെ നമ്മൾ എന്തായാലും നമ്മുടെ താർ ജീപ്പ് എടുത്ത് കത്തിച്ചുകൊണ്ട് പോലീസാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്നൊക്കെ. നേരെ നമുക്ക് എന്തായാലും പോലീസ് സോറി വഴിമേരെ ഇതാ. ഓക്കെ, കുറച്ച് നമ്മളെന്തായാലും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. ഓക്കെ സാർ, എന്തായാലും മാക്സിമം ഒന്ന് മുമ്പായിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ നോക്കട്ടെ. അതിന് കുറേ നേരത്തിന് ശേഷം പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഗീസ്. നമുക്ക് അതിനെ നമ്മുടെ താർ റോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലി. അടിപൊളിയായിട്ടുണ്ട് ഗീസ്. വേറെ ലെവൽ വണ്ടി. നമുക്ക് ഇപ്പോഴാണ് കാറിനൊന്ന് ശരിക്കും നോക്കാൻ പറ്റിയത്. ഇതിന് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം. എൻ്റെ മോനെ വേറെ ലെവൽ ഇൻറ്റീരിയർ കേട്ടോ, ഒന്നും പറയാനില്ല. ബെണ്ണിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഈ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താലോ എന്ന് എനിക്കൊരു ആശയമുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും ഈ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഈ താർ ജീപ്പിൻ്റെ കളർ RGB എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെന്തായാലും ഈ താർ ജീപ്പിൻ്റെ താർ റോഡ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണോ വേണ്ടെന്നൊക്കെ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ താർ റോഡ്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. വേറെ ലെവൽ ഇൻറ്റീരിയർ അടിപൊളി. നമ്മൾ മെനക്കെട്ട് പണിക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയൊരു വണ്ടി തന്നെ കേട്ടോ ഇത് നമ്മുടെ താർ റോഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ചാനലും കാര്യങ്ങളൊക്കെ എല്ലാവരും മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യും. വീഡിയോക്കാരനെ ആരും എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും.